സിഗരറ്റ് നൽകാൻ വൈകിയതിന്റെ പേരിൽ വൈറ്റ്ലയിലെ കടയിൽ 3 അംഗ സംഘം നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ കടവന്ത്ര പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനൂപ്, ആദിത്യൻ, ആനന്ദ് എന്നിവരാണവർ എന്ന് കടവന്ത്ര പോലീസ് വ്യക്തമാക്കി. ഇവർക്കായി വ്യാപക തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഒളിവിൽ കഴിയുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ കൊച്ചി ചളിക്കവട്ടം സ്വദേശികളാണ്. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഉടൻ തന്നെ ഇവരെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് സംഘം പങ്കുവയ്ക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ച ഈ മൂന്ന് പേർ കടയിലേക്ക് എത്തുന്നു. അതിനുശേഷം സിഗരറ്റ് ചോദിക്കുകയാണ്. സിഗരറ്റ് ചോദിക്കുമ്പോൾ അത് എടുത്തു കൊടുക്കാൻ അല്പം വൈകുന്നുണ്ട്. ഇതിന്റെ പേരിൽ അവിടെ തർക്കം ഉണ്ടാകുന്നു, ഉന്തും തള്ളും ഉണ്ടാകുന്നു, പിടിവലി ഉണ്ടാകുന്നു, ചീത്തവിളി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ കടയിലുണ്ടായിരുന്ന 2 ജീവനക്കാരെ ഇവർ മർദ്ദിക്കുന്നുണ്ട്. പാലക്കാട്, കണ്ണൂർ സ്വദേശികളായിരുന്നു അവർ. തുടർന്ന് ഈ 3 അംഗ സംഘം മടങ്ങിപ്പോകുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നപ്പോൾ ഉടമ കൂടി ആ കടയിൽ ഉണ്ടായിരുന്നു. ഉടമയ്ക്കും മർദ്ദനമേൽക്കുന്നുണ്ട്. അങ്ങനെ ജീവനക്കാരെയും ഉടമയെയും മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലത്തിട്ട് ചവിട്ടുന്നുണ്ട്, മുഖത്തടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. തുടർന്നാണ് ജീവനക്കാരും ഉടമയും പോലീസിന് പരാതി നൽകുകയും തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ, ഈ ജീവനക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഏറി വരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അടുത്തിടെ തൃക്കാക്കരയിലെ ഒരു കടയിൽ, അവിടെ ലഘുഭക്ഷണശാലയായിരുന്നു. അവിടെ 3 പേർ സ്ഥിരമായി എത്തി ഭക്ഷണം കഴിച്ച ശേഷം പണം കൊടുക്കാതെ പോകുന്നത് പതിവായിരുന്നു. ഒരു ഘട്ടത്തിൽ ഉടമ അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഉടമയ്ക്കും മറ്റും നേരെ ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ അന്ന് 3 പേരെ തൃക്കാക്കര പോലീസ് പിടികൂടിയതാണ്. ആസാദ്, മുഹമ്മദ്, ശ്രീശാന്ത് എന്നിവരായിരുന്നു അവർ. ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കം വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ പ്രതികളെ ഉടനെ പിടികൂടണം എന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. വൈറ്റ്ല കേസിൽ അതിൽ ഉടൻ തന്നെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ കടവന്ത്ര പോലീസ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.